ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആമി ചന്ദ്രോദയത്തിലോട്ട് വന്നിരിക്കുവാണ്. ചന്ദ്രോദയത്തിൽ മൊത്തത്തിലൊരിളക്കം സംഭവിച്ചിട്ടുണ്ട് ആമി വന്നതിന് ശേഷം. കാരണം ആമി അത്രയ്ക്ക് സ്മാർട്ടാണ്. പക്ഷേ ആ സ്മാർട്ട്നെസ് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? കാരണം സച്ചിയോടാണ് ആമി കൂടുതൽ ഇടപഴകുന്നത്. ആ സച്ചിയോട് കൂടുതൽ കളിച്ച് ചിരിക്കുന്നതൊന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആമി വന്ന് കയറുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, ഇതാരാ, ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ആമി തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ആമി, ഞാനേ നിങ്ങളുടെ അച്ചമ്മയുടെ നാട്ടുകാരിയാ. അവിടെ ഈ സച്ചിയുടെ കൂടെ കളിച്ച് വളർന്നവളാ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. ഉറങ്ങാൻ മാത്രമേ ഞങ്ങൾ വെവ്വേറെ രാത്രി സെപ്പറേറ്റ് ആയി കിടന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ടൈമും ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു എന്നൊക്കെ ആമി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് അറിയാമല്ലോ, രേവതിക്ക് സച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ ആ സച്ചി വേറൊരു പെണ്ണിനോട് കൂടുതൽ ഇടപഴകുമ്പോഴേക്കും ഏതൊരു ഭാര്യയ്ക്കും അത്യാവശ്യം ഒരു പൊസസീവ്നെസ് ഒക്കെ തോന്നും. അത് നമ്മുടെ രേവതിക്കും തോന്നുവാണ്. ആമി നമ്മുടെ സച്ചിയോട് കളിക്കുന്നതും ചിരിക്കുന്നതും ഇക്ലിയാക്കുന്നതൊന്നും നമ്മുടെ രേവതിക്ക് അങ്ങനെ പിടിക്കുന്നില്ല. രേവതി അപ്പം തന്നെ ഓരോ വേദനകളൊക്കെ അഭിനയിക്കുന്നുണ്ട്. സച്ചിയേട്ട കാല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിയെ പരമാവധി മുറിയിൽ രേവതിയുടെ കൂടെ പിടിച്ചിരുത്തിപ്പിക്കാനും നോക്കുന്നുണ്ട്. കാരണം കാല് മസാജ് ചെയ്യിപ്പിച്ചും ക്യൂടെക്സ് ഇടിപ്പിച്ചും ഒക്കെ രേവതി സച്ചിയെ മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആമി ആരാ മോള്, ആമി സച്ചിയെ വിടുന്നില്ല. കാരണം ഒരുപാട് ചെറുപ്പകാലത്ത് കണ്ട തൻ്റെ കളിക്കൂട്ടുകാരനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുവാണ്. ആമിയുടെ ബാക്കിയുള്ള കാലങ്ങളൊക്കെ ചെലവഴിച്ചത് കാനഡയിലാണ്. ആ സച്ചി നാട്ടിൽ അച്ചമ്മയുടെ കൂടെ നാട്ടിൽ നിന്ന സമയത്ത് മാത്രമേ ആമിയും നാട്ടിലുണ്ടായിട്ടുള്ളൂ. പക്ഷേ ആമി സച്ചിയോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഇടപഴകുന്നത്. ശ്രീകാന്തിനോടായാലും രവീന്ദ്രനോടായാലും. പക്ഷെ വർഷക്ക് അതൊന്നും കുഴപ്പമില്ല. വർഷക്ക് അങ്ങനത്തെ ടൈപ്പ് പെണ്ണുങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. കാരണം ആമി നല്ല സ്മാർട്ടാണല്ലോ. വർഷയ്ക്കും അങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് ജീവിച്ച് നടക്കുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം. വർഷ അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിനെ മുറിയിൽ പിടിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ അവൾക്ക് ഇത്ര ഇളക്കം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അവൾ പുറത്തൊക്കെ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ, അപ്പം പിന്നെ അവൾ ആ ഒരു കൾച്ചറിൽ വളർന്നുകൊണ്ട് അവൾ അങ്ങനെയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ പിന്നെ ഞാനും ഒരുപാട് പുറത്ത് വളർന്ന പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ഇളക്കം ആരുടെ അടുത്തും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് സച്ചിയേട്ടനോട്. അവൾക്ക് ആ ബോധമില്ല. സച്ചിയേട്ടനെങ്കിലും ആ ബോധം വേണ്ടേന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ എന്ത് ചെയ്യാനാ, അവൾ എൻ്റെ അടുത്തോട്ട് വരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം വേറൊരു പെണ്ണ് സച്ചിയേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ സച്ചിയേട്ടൻ ഒരു നോ പറഞ്ഞൂടെ എന്നാണ് രേവതിയുടെ മനസ്സിൽ. പക്ഷേ സച്ചി അങ്ങനെയല്ല. സച്ചി ആമിയും നല്ല സുഹൃത്തുക്കളായതുകൊണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ടും അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുവാണ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ. നമ്മുടെ ശ്രീകാന്ത് നല്ല അടിപൊളി ഫുഡ് തന്നെ, ഗസ്റ്റ് വന്നുകൊണ്ട് അടിപൊളി ഫുഡ് തന്നെ കിച്ചണിൽ കയറി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഡൈനിങ് ടേബിളിലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും ആമി പറയുന്നുണ്ട്, വർഷേ നിനക്കൊരു കാര്യം അറിയാവോ, ഞാനും സച്ചിയും എന്തുമാത്രം ക്ലോസ് ആയിട്ട് ഇടപഴകിയെന്നറിയോ ചെറുപ്പത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിരുന്നതെന്ന്. അതുവരെ നമ്മൾ ഒന്നിച്ച് തന്നെയായിരുന്നു. എന്തൊക്കെ കളികളാണല്ലേ സച്ചിയേട്ടൻ നമ്മളന്ന് കളിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ഈ വർത്താനമൊന്നും പിടിക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, ആമി ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഞങ്ങളെല്ലാവരും മിണ്ടാതിരുന്നാൽ ഭക്ഷണം കഴിക്കാറ്, കുറച്ചു നേരം മിണ്ടാതിരിക്കുമെന്ന് പറയുമ്പോഴേക്കും ആമി പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മാക്സിമം ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള സമയം. അപ്പോൾ നമുക്കിങ്ങനെ വർത്താനം പറഞ്ഞ് നല്ല ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനോടും എല്ലാവരുമായിട്ട് ഇങ്ങനെ ആമി അതൊന്നും രേവതി പറയാനൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഈ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞാലേ ചെറുപ്പത്തിൽ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു, സച്ചിയേട്ടൻ എന്നെ അതേട്ടോ എന്നൊക്കെ ആമി പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും ഇവരുടെ വർത്താനം ആസ്വദിച്ച് തന്നെയാണ് കേൾക്കുന്നത്. രവീന്ദ്രനായാലും ഇപ്പോൾ പറയുന്നുണ്ട്, അച്ചമ്മയും എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയുമായിരുന്നു, വലുതായി കഴിഞ്ഞാൽ സച്ചിയേട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കാമെന്ന്. പക്ഷേ എവിടെ, സച്ചിയേട്ടൻ ദേ വേറെ കെട്ടിയിരിക്കുന്നു, ഞാൻ കാനഡയിൽ പോകാൻ കാത്തിരിക്കുമായിരുന്നു അല്ലേ കല്യാണം കഴിക്കാൻ എന്നൊക്കെ ആമി വെറുതെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ രേവതിക്ക് ഇതൊന്നും തമാശ ആയിട്ടല്ല രേവതി തോന്നുന്നത്. രേവതി ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുവാണ്. കാരണം സച്ചിയും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ആമിയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും. അപ്പോൾ ആമി പറയുന്നുണ്ട്, വർഷേ നിനക്കൊരു കാര്യം അറിയോ,
അറിയോ, ഈ രേവതിയല്ല സച്ചിയേട്ടൻ്റെ ആദ്യ ഭാര്യ, ഞാനാ സച്ചിയേട്ടൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവേ ആമിയെയും സച്ചിയും. സച്ചി അപ്പോഴും ചിരിച്ചു നല്ല നാണത്തോടെ അവിടെ ഇരിക്കുവാണ്. ആമി പറയുന്നുണ്ട്, ചെറുപ്പത്തിലേ ഈ സച്ചിയേട്ടൻ ഒരു മാല സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ സച്ചിയേട്ടൻ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം കല്യാണം കഴിച്ചത് എന്നെയല്ലേ, ഞാനാണ് ഈ സച്ചിയുടെ ആദ്യത്തെ ഭാര്യ. സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ ആമി സച്ചിനോട് കൊഞ്ചുന്നുണ്ട്. സച്ചിയും അത് കണ്ട് ചിരിച്ച് നിൽക്കുവാണ്. രേവതിക്കെല്ലാം കൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഓ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഞാൻ മുറിയിൽ പോവാണ്, എന്നെ ഒന്ന് മുറി കൊണ്ടുപോയി ഇരുത്താവോ സച്ചിയേട്ടാ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആമി പറയും, രേവതി അവിടെ ഇരിക്കുക, സച്ചി ഭക്ഷണം കഴിക്കുമല്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം, അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് പോകാമല്ലോ, ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിലെ കഥകളൊക്കെ പറയാം, രേവതി ഇരുന്ന് കേക്ക് എന്നൊക്കെ ആമി പറയുവാണ്. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, പോകാനും പറ്റുന്നില്ല, അവിടെ ഇവളുടെ വർത്താനം കേട്ടിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആമി പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും വളർന്നു വലുതായതാ, ഈ സച്ചിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടുകാരിയായിട്ട്, അവിടുത്തെ ഗുണ്ടയായിരുന്നു അച്ചമ്മയുടെ നാട്ടിലെ, ഒരു തെറ്റ് കണ്ട അപ്പം പ്രതികരിക്കും. ഒരിക്കലേ എന്നോട് ചെറുപ്പത്തിൽ ഒരാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്നപ്പോഴേക്കും അവൻ്റെ മൂക്കിടിച്ചു വരുത്തി, എന്നിട്ട് പറയുവാ ഇവളെ എൻ്റെ പെണ്ണാ, ഇവളെ കല്യാണം കഴിച്ചത് ഞാനാന്നൊക്കെ മാസ് ഡയലോഗൊക്കെ സച്ചി ഒന്ന് അടിച്ചായിരുന്നു. അങ്ങനെയായിരുന്നു സച്ചിയേട്ടനും ഞാനെന്ന് പറഞ്ഞാൽ ഈ സച്ചിക്ക് ജീവനാന്നൊക്കെ ആമി വീണ്ടും വീണ്ടും പറയുവാണേ. കാരണം ആമിക്ക് മനസ്സിലായി രേവതിക്ക് കുറച്ചൊക്കെ കുശുമ്പ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആമി അത് കൂട്ടാൻ നോക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മതി മതി മോളിനി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും രേവതി സച്ചിനെ മുറിയിലോട്ട് വിളിച്ചുകൊണ്ടും പോയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തൊക്കെയാണ് അവൾ പറയുന്നത്, അവളാണ് സച്ചിയേട്ടൻ്റെ ഭാര്യയെന്നോ, അപ്പോൾ ഞാനോ, സച്ചിയേട്ടൻ എന്താ ഇതൊക്കെ കേട്ട് മിണ്ടാണ്ട് നിൽക്കുന്നതെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എൻ്റെ രേവതി അവൾ ചെറുപ്പകാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമല്ലേ, നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കളികളൊക്കെ കളിക്കില്ലേ ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെയൊക്കെ കളിച്ച കൂട്ടത്തിൽ ഞങ്ങളും ഇങ്ങനത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒരു തമാശ മൈൻഡിൽ പറഞ്ഞത് നീ ഇങ്ങനെ കാര്യമൊക്കെ എടുക്കുവാണോ രേവതി? അപ്പോൾ രേവതി പറയുന്നുണ്ട്, തമാശ, എനിക്കതത്ര തമാശയായിട്ട് തോന്നുന്നില്ല, അവളാണെന്ന് സച്ചിയേട്ടൻ്റെ ഭാര്യ. ഞാൻ നോക്കുമ്പോഴേക്കും സച്ചിയേട്ടൻ ചിരിച്ചു മയങ്ങിയങ്ങിരിക്കുക, സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും ആമി വീണ്ടും വരിക, സച്ചി ഒന്നിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അപ്പോൾ സച്ചി ഓടിപ്പോകുന്നുണ്ട്. രേവതി വിളിച്ചിട്ടൊന്നും സച്ചി നിൽക്കുന്നില്ല. സച്ചി പറയുവാണ്, ഗസ്റ്റിന് നമ്മൾ അപമാനിക്കാൻ പാടില്ല രേവതി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോവുകയാണേ. രേവതിക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യം വരുവാണ്. ഇവളെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവൂന്നല്ലേ പറയുന്നത്, ഇവളെ ഞാൻ നിർത്തിത്തരാം, ഇവളെ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, ഇവളധിക കാലം ഇവിടെ ഉണ്ടാവില്ല, ഇവളുടെ ചാട്ടം എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എല്ലാം മാറ്റിത്തരാടി, നിന്നെ ഞാൻ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യിപ്പിക്കും എന്നൊക്കെ രേവതി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുവാണ്. എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ രേവതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. കാരണം രേവതിക്ക് ആമിയെ ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ആമി മറ്റ് ചെറുപ്പകാലത്തെ ഫോട്ടോയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ. അപ്പോൾ സച്ചിയുടെ ചെറുപ്പകാലം നോക്കി രേവതി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്ന ആമിയെ കാണുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുവാണ്. ആ ഫോട്ടോയിലോട്ട് കുറേ കുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.